ഇനി അവിടെ പരിസരത്ത് വരില്ല. വാ സത്യ. ആശ്വാസം. ഞാൻ വിചാരിച്ചു ഇന്നിനി കറണ്ട് വരില്ലാന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെ പോയത്? അയാളെ എവിടെ കൊണ്ടുവിട്ടിട്ട് വരിക? അയാൾ പോകാൻ കൂട്ടാക്കുന്നില്ല സാറേ. അട്ടയെ തട്ടിക്കളഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരത്തില്ലേ? അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. പാവം വഴിതെറ്റി വന്നതായിരിക്കും. അയാള് അത്ര പാവമൊന്നുമല്ല. അല്ല, അയാൾ തന്നെയാണോ അമ്പലത്തിൽ വെച്ച് വിച്ചുമോനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, അയാളെങ്ങനെ ഇവിടെ വന്നു? അല്ല, ശ്യാമേട്ടും അയാളാണെന്ന് തോന്നിയോ? ഈ വേഷവും രൂപമൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷെ മുഖം ശരിക്കും കണ്ടില്ല. വിളിച്ചില്ലായിരുന്നല്ലോ. ഇപ്പോഴായിരുന്നെങ്കിൽ വ്യക്തമായിട്ട് കണ്ടേനെ. അമ്പലത്തിൽ കണ്ട ആളാണ് ഇവിടെ വന്നതെന്ന് ഇവര് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അയാൾ എന്തിനീ വീട് അന്വേഷിച്ച് വന്നതെന്ന് ചോദ്യം വരും. അതിനി ആരായാലും എന്താ, അയാളിപ്പോ സ്ഥലം വിട്ടല്ലോ. അല്ല, അയാള് നിങ്ങളെ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ സത്യ? ഏയ്, അയാൾ അങ്ങനെയുള്ളൊരു കുഴപ്പക്കാരനായിട്ടൊന്നും തോന്നിയില്ല. ഇവിടുന്ന് പോകില്ലെന്ന് വാശി പിടിക്കുന്ന പോലെ തോന്നി, അത്രേ ഉള്ളൂ. സത്യേട്ടനും ശ്യാമേട്ടനും പറയുന്നതേ ഇയാൾ അമ്പലത്തിൽ വെച്ച് കണ്ട ആളെ പോലെ ഉണ്ടെന്നാ. അമ്മയ്ക്ക് എങ്ങനെ തോന്നിയിരുന്നോ? അയാളെ ഞാൻ ആ കടവത്ത് വെച്ച് ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ. എന്നാലും അല്ല, ഇവിടെ വന്നയാളും അയാളും തമ്മിൽ ഒരു മുഖച്ചായി എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു മിന്നൽ വട്ടത്തിലല്ലേ ഇവിടെ വന്നയാളുടെ മുഖം കണ്ടുള്ളൂ. ഏയ്, അയാളൊരു ഭ്രാന്തനാണെന്നാ എനിക്ക് തോന്നുന്നേ. അല്ലാണ്ട് ഒരു ബന്ധുവില്ലാത്ത വീട്ടിൽ വന്ന് കയറുവോ? എന്തായാലും ഓടിച്ചു വിട്ടല്ലോ, ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഞങ്ങള് അയാളെ മെയിൻ റോഡ് വരെ ഓടിച്ചു വിട്ടു. എന്നിട്ട് നേരെ നടന്നോളാൻ പറഞ്ഞു. ആ പോക്ക് പോയാ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തും. പിന്നെ അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോകുമായിരിക്കും. വാസനെ, നമുക്ക് കിടക്കാം. ശരി സത്യം. രമേ, എന്നാ അമ്മ പോയി കിടക്കാൻ നോക്ക്.